ഒടുക്കം ബിഗ് ബോസ് തന്നെ പറയിപ്പിച്ചു. ആരാണ് പിയർ, ആർക്കൊക്കെയാണ് പിയർ, എന്തൊക്കെയാണ് പിയർ എന്നുള്ളത്. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 64-ാമത്തെ ദിവസവും 65-ാമത്തെ ദിവസവും 2 ദിവസം നമ്മൾ അനാലിസിസ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ രണ്ടും കൂടി ചേർത്ത് ഒരുമിച്ചാണ് ഇപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ 2 ദിവസവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിയറും കുറച്ചും കൂടിയൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ, ബ്രെയിൻ ഉപയോഗിച്ചൂടെ എന്ന് ചില ആളുകളോട് ചോദിക്കാൻ തോന്നുന്നത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. ബാക്കി അവർ വേഷം കിട്ടിയിട്ടുണ്ട്, ഡാൻസ് കളിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം വർത്താനമൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവിടെ എൻ്റർടൈനിങ് ആയി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ ശോകമാണ്. എന്തായാലും പി ആർ ആണ് ബിഗ് ബോസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പി ആർ എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമാണോ? ഇതിൽ അക്ബർ തന്നെ ചോദിക്കുന്നുണ്ട്. പി ആർ ഉണ്ടാവുന്നത് ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം ഇവരിപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നു, അവരവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം അവർ ബിഗ് ബോസ് കൊടുക്കുന്ന ആ സ്പേസിൽ നിന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അവർക്ക് വോട്ട് കിട്ടുക, അവരുടെ ഒരു ജനകീയമായിട്ടുള്ള ഒരു മുഖം അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ അവരെ കൂടുതൽ പരിചിതമാക്കി എടുക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി നടക്കേണ്ടതുണ്ട്. കാരണം ജനങ്ങളുടെ വോട്ടിലാണ് അവിടെ നിൽക്കേണ്ടത്. ഇവർ ചിലപ്പോൾ വളരെ നല്ല ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, അത് ചിലപ്പോൾ ഒരു ഡെയിലി എപ്പിസോഡിൽ കണ്ടില്ല എന്ന് വരും, ഇനി കണ്ടാൽ തന്നെ ചെറിയൊരു ഭാഗമായിരിക്കും. പക്ഷേ ഇവരിൽ ഇത്രയും നല്ലൊരു മുഖമുണ്ട് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പി ആർ വർക്കുകൾ തീർച്ചയായും സഹായകമാണ്. ഒരു നല്ല ഗെയിമറിന് അയാളുടെ ആ നല്ല ഗെയിമിനെ അല്ലെങ്കിൽ അയാളുടെ നല്ല സൈഡിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പി ആർ ഉപയോഗിക്കുന്നതിൽ എന്ത് കുഴപ്പമാണുള്ളത്? പക്ഷേ ഇതെവിടെയാണ് പ്രശ്നമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി ആർ ഏജൻസികൾക്ക് വർക്ക് കൊടുത്തതിന് ശേഷം ബിഗ് ബോസ് ഹൗസിലും അതുപോലെ ഈ പി ആർ ഏജൻസികളും നടത്തുന്ന ചില പ്രവർത്തികളാണ്. ഇപ്പോൾ മറ്റ് മത്സരാർത്ഥികളെ, സഹമത്സരാർത്ഥികളെ ഏറ്റവും മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുക, അവരെക്കുറിച്ച് പല കഥകളും അതിപ്പോൾ ഉള്ളതും ഇല്ലാത്തതുമായി അവരുടെ പേഴ്സണൽ ലൈഫിനെ ചികഞ്ഞെടുക്കുന്ന രീതിയിലുള്ള പലതരം കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് സംസാരിക്കുക, പുറത്ത് ഈ പറയുന്ന പി ആർ ഏജൻസീസ് അത്തരം സ്റ്റോറീസ് ഭയങ്കര സംഭവമാക്കി കാണിച്ചുകൊണ്ട് അവരെ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള അറ്റാക്കുകൾ നടത്തുക, പ്രോപ്പറായിട്ടുള്ള ഗെയിമും കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിലും മാറി ആളുകളെ ആക്രമിക്കാൻ ഇട്ടുകൊടുക്കാനും ഒക്കെ കൂടുതൽ സമയം കണ്ടെത്തുന്ന പി ആർ വർക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രേക്ഷകർ കാണുന്ന കാര്യമാണ്. പക്ഷേ ബിഗ് ബോസ് എന്തുകൊണ്ടായിരിക്കും ഈ പി ആർ എന്ന് പറയുന്ന ഒരു ചർച്ച ബിഗ് ബോസ് ഹൗസിന് അകത്തെടുത്തിട്ടുണ്ടാവുക? കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിന് ഫേവറിറ്റിസം ഉണ്ട്. ബിഗ് ബോസ് അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻസ് ഇവിടെ നടത്തുന്നുണ്ട്. ലാലേട്ടന് ചില ഫേവറിറ്റുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പലതരം ആരോപണങ്ങൾ ചിലപ്പോൾ പി ആർ ഏജൻസികൾ പി ആർ ഏറ്റെടുത്തതിന് ശേഷവും കണ്ടസ്റ്റൻ്റ് തോക്കുന്ന സമയത്ത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഈ വോട്ടിങ്ങിൻ്റെയും ഇതിൻ്റെ ഒരു വിശ്വാസ്യതയൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി നടത്തുന്ന പരിപാടികളായിരിക്കാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇവിടെ ചീത്തപ്പേരുണ്ടാകുന്നത് ബിഗ് ബോസിലാണ്. അൺഫെയർ ആണ്, അയ്യോ ഇയാൾ ഔട്ടായി പോകേണ്ട ഒരു കാര്യമില്ലല്ലോ, ജനങ്ങൾക്കും തോന്നും അയ്യോ ഇയാൾ നന്നായി കളിച്ചുകൊണ്ടിരുന്നതല്ലേ, ഒട്ടും കളിക്കാത്ത അയാൾ അവിടെ ഇരിപ്പില്ലേ എന്നൊക്കെ. അവിടെയാണ് ഈ പി ആർ ഏജൻസികളുടെ മറ്റൊരു ഡേർട്ടി സൈഡ് നമ്മൾ കാണുന്നത്. കാരണം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഇമേജുകൾ ഈ കണ്ടസ്റ്റൻസിനെ കുറിച്ച് പലയിടത്തായി ഇവർ വാരി വെതറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വോട്ടിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് ആർക്കും നേരെ ഇവ നോമിനേറ്റ് ചെയ്യാൻ അറിയില്ല എന്ന്. അങ്ങനെ നോമിനേഷനിലേക്ക് വരുന്ന ആളുകളെ അവരുടെ പുറത്തുള്ള ഇമേജിനെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാനിപ്പുലേഷൻ ഉണ്ട്. അതുകൂടി ചേരുമ്പോഴാണ് അയ്യോ നന്നായി കളിച്ചുകൊണ്ടിരുന്ന ആളാണല്ലോ എന്ന് നമുക്ക് തോന്നുന്ന ചില ആളുകൾ ഔട്ടായി പോകുന്നത്. പക്ഷേ ഈ കണ്ടസ്റ്റൻസ് ഒക്കെ പറയുമ്പോൾ എന്താ, ഞാനായിട്ടാണ് നിൽക്കുന്നത്, ഞാൻ നന്നായിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് നിന്ന് പോകാൻ പറ്റുന്നതെന്നാണ്. എന്നാൽ ഇവരിൽ പലരും ഏൽപ്പിച്ചിട്ടുള്ള ഈ പി ആർ ഏജൻസികൾ പുറത്ത് നടത്തുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള ക്യാമ്പയിൻസ് ഉണ്ട്. അത് ബിഗ് ബോസിൻ്റെ തന്നെ വിശ്വാസ്യതയെ നേരിടുമ്പോൾ എന്നാൽ നിങ്ങൾ തന്നെ പരസ്പരം തുറന്നങ്ങ് പറ ആരൊക്കെയാണ് പി ആർ ഉള്ളത്, എങ്ങനെയൊക്കെയാണ് ഈ പി ആർ വർക്ക് ചെയ്യുന്നതെന്ന്. ബിഗ് ബോസിനും ആക്ച്വലി ഇത് ആവശ്യമായിരുന്നു. എന്തായാലും വളരെ രസകരമായ ഒരു ഗെയിം എന്ന രൂപേണ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തിനെ എല്ലാവരുടെയും നടുവിലേക്ക് ഇട്ടുകൊടുത്തു. ഒരു മോർണിംഗ് ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് പി ആർ ഏജൻസിയുടെ മാത്രം ബലത്തിൽ നിൽക്കുന്ന ആളെയും അതുപോലെ തന്നെ നന്നായി കളിക്കുന്ന ആളെയും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം കൊടുത്തു. 2 പേരെ പേര് പറഞ്ഞ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പി ആർ എക്സ്പോസിംഗ് ടാസ്ക് എന്ന് നമുക്കതിനെ വിളിക്കാം. ആ ടാസ്ക് ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ടാസ്കുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 ആളുകളുടെ സംസാരത്തിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ആദ്യത്തെ ആൾ ഷാനവാസാണ്. ഷാനവാസ് ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായി പറഞ്ഞത് മാത്രമല്ല, അന്നത്തെ ഒരു ഫുൾ ഡേ ഷാനവാസ് എങ്ങനെയാണ് ഡീൽ ചെയ്തതെന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ആദ്യമായി എണീറ്റ് നിന്ന് സംസാരിക്കാൻ ചെല്ലുന്നത് ഷാനവാസാണ്. അനുമോൾക്ക് പി ആർ ഉണ്ടെന്നുള്ളൊരു സംസാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഷാനവാസ് പറയുന്നത്. അതായത് എനിക്ക് ഏതാണ്ട് ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ ഇവിടുന്ന് എന്തോ കേട്ടു, എനിക്ക് സത്യം പറഞ്ഞ ഒന്നും അറിയാൻ പാടില്ല, എന്നാൽ അനുമോൾക്ക് പി ആർ ഉണ്ടെന്നുള്ള ഒരു സംസാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അനീഷിന് പി ആർ ഇല്ല എന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം അനീഷുമായിട്ട് വഴക്കിട്ടപ്പോൾ ഇവന് പി ആർ ഉണ്ട് എന്ന് മാറ്റി പറയുകയും ചെയ്യുന്ന ഷാനവാസിനെ കാണുന്നുണ്ട്. എനിവേ അനുമോളുടെ കാര്യത്തിൽ തനിക്കിങ്ങനെ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഷാനവാസ്
പിന്നീട് അക്ബറിനടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര ആശ്ചര്യമാണ്. 16 ലക്ഷം രൂപയ്ക്ക് PR ചെയ്യാനോ, അവർക്ക് ഏതാണ്ട് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ PRൻ്റെയൊക്കെ ആവശ്യം എന്താണ് എന്നൊക്കെ പറഞ്ഞ് വൻ ആശ്ചര്യം. അക്ബർ അതിലങ്ങ് വീണ് തകർന്ന് ഒഴുകുകയായിരുന്നു. അത് കഴിഞ്ഞ് അനുമോളും ആദിലയും നൂറയും ഇരിക്കുന്ന ആ സ്പേസിൽ ഷാനവാസ് ഇതേ കാര്യം സംസാരിക്കുമ്പോൾ അനുമോൾ ബിന്നിയോടൊക്കെ പറയുന്നത് എനിക്ക് PR ഇല്ല, ഞാൻ ഇത്രയും പൈസ കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ആദിലോടും നൂറയോടും ചോദിക്കുമ്പോൾ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല എന്നവർ നല്ല കുട്ടികളെ പോലെ മറുപടി പറയുന്നു. അങ്ങനെ ബിന്നിയെ ഒരു നുണച്ചിയായി ചിത്രീകരിച്ചതിന് ശേഷമുള്ള ഇവരുടെ കോൺവെർസേഷനാണിത് എന്നോർക്കണം. ആ കോൺവെർസേഷനിൽ അനുമോൾ പറയുന്നത് ഉണ്ട്, എനിക്ക് PR ഉണ്ട്, അങ്ങനെ ഇതിനിപ്പോൾ എന്താ കുഴപ്പം. ആക്ച്വലി അനുമോൾക്ക് PR ഉള്ളത് ഒരു വിഷയമല്ലെന്നേ. അവർക്ക് അങ്ങനെ ഒരു സ്പേസ് ഇങ്ങനൊരു മത്സരത്തിൽ വരാൻ സാധിക്കുന്നു. PR ഏജൻസികൾ അവരെ സമീപിക്കുന്നു, അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഓഫർ ചെയ്യുന്നു. ഇതിലെവിടെയാണ് മിസ്റ്റേക്ക് ഇരിക്കുന്നത്? PR ഏജൻസീസ് ചെയ്യുന്ന ആ കാര്യങ്ങളിലും, അതായത് വളരെ മോശമായി അവർ ചെയ്യുന്ന പ്രവൃത്തികളും PR ഏജൻസി ഉള്ളത് കൊണ്ട് ഗെയിം കളിക്കാതെ ചുമ്മാ അനുമോൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്യുമ്പോഴാണ് ഇതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. അല്ലാത്ത പക്ഷം PR ഉണ്ടെന്നുള്ളത് തുറന്നു പറയുന്നതിൽ എന്ത് കുഴപ്പമാണുള്ളത്? അപ്പോൾ അനുമോൾ സമ്മതിച്ചു ഇവരുടെ ഈ കോൺവെർസേഷൻ്റെ ഇടയിൽ എനിക്ക് PR ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസ് പറയുന്നത് നീ എന്നോടും പറഞ്ഞിട്ടുണ്ടെന്നാ. സോ ഈ ടാസ്കിൽ ഏറ്റവും ആദ്യം അനുമോളുടെ പേര് നൈസായി വലിച്ചിടുന്ന സമയത്ത് തന്നെ ഷാനവാസിന് അറിയാമായിരുന്നു അനുമോൾക്ക് PR ഉണ്ടെന്ന്. പക്ഷേ അങ്ങനൊരു സംസാരം ഇവിടെ ഉണ്ടായി എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനുശേഷം ഈ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ആദിലയും നൂറയുമായി ഷാനവാസിൻ്റെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. ആ കോൺവെർസേഷൻ്റെ ഇടയിലും അനുമോൾ ഈ അഡ്വാൻസ് എമൗണ്ടിനെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ആദിലയോടും നൂറയോടും പറയുന്നുണ്ട്. ഇവിടെ ആദില നൂറ എന്ന് പറയുന്ന 2 പ്ലേയേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നുമേ മനസ്സിലാവുന്നില്ല. ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് ചിന്തിക്കാൻ പോലും 10 പൈസയ്ക്ക് മെനക്കെടാത്ത 2 ആളുകളായി അവരെ കാണുമ്പോൾ സങ്കടം തോന്നിപ്പോയി. കാരണം നൂറ് ഇവിടെ കണ്ടെത്തുന്ന കുറ്റവാളി എന്ന് പറയുന്നത് അത് ബിന്നിയാണ്. ബിന്നിയുടെ അടുത്തൊന്നും അനുമോൾ ഇത് പറയൂല. കാര്യം ഞങ്ങളെയൊക്കെ വിശ്വസിക്കുന്നത് പോലെ ബിന്നി അവൾക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ ഷാനവാസ്കെ വിശ്വസിക്കുന്നത് പോലെ ബിന്നി അവൾക്ക് വിശ്വാസമില്ലെന്നാണ് പറയുന്നത്. ഈ ആദിലയും നൂറയും അനുമോളുമായിട്ട് കമ്പനി ആവുന്നത്, അല്ലെങ്കിൽ അനുമോൾ ഇവരെ ഒന്ന് കമ്പനി ആക്കുന്നത് ശൈത്യ ഔട്ടായതിനു ശേഷമാണ്. അതുവരെ ഈ ആദില നൂറ എന്ന് പറയുന്നത് അനുമോളുടെ വിശ്വസ്തകളായ അല്ലെങ്കിൽ പണ്ടേ കൂട്ടുകാരായിട്ടുള്ള ആളുകളല്ല. അപ്പോൾ ഒരു ശൈത്യകാലം ഉണ്ടായിരുന്നു. ഇനി ശൈത്യയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങളും ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും പരസ്പരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ചെറിയ കമ്മ്യൂണിക്കേഷൻ സ്ട്രിങ്സ് ആളുകൾക്കിടയിൽ ഉണ്ടാവും. ഇപ്പോൾ അനുമോളുടെ ഒരു നിലനിൽപ്പിന്, പ്രത്യേകിച്ച് ഈ ഒരു ടാസ്ക് നടക്കുമ്പോൾ ബിന്നി ഈ 16 ലക്ഷത്തിൻ്റെ കണക്കൊക്കെ എടുത്ത് പറയുന്ന സമയത്ത് അനുമോൾ ആദിലയും നൂറയുമാണ് എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാനെല്ലാം എൻ്റെ മനസ്സിലുള്ള എല്ലാം പറയുന്നത് ഇവരുടെ അടുത്ത് 2 പേരുടെ അടുത്തുമാണ്, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ നല്ല കുട്ടികളെ പോലെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു നുണയെ അവതരിപ്പിക്കാൻ വേണ്ടി അവരെ യൂസ് ചെയ്യാണ് അനുമോൾ ചെയ്യുന്നത്. അനുമോളെ എടുത്ത് നോക്കിയാലും ഷാനവാസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും തെറ്റിദ്ധരിപ്പിച്ച് കൂടെ കൊണ്ടു നടക്കുന്ന, തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 വ്യക്തികൾ മാത്രമായി ആദിലയും നൂറയും ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ, ഞങ്ങളോടൊക്കെ പറയും, പക്ഷെ അവളോട് പറയാനുള്ള വിശ്വാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നൂറ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദില പറയുന്നുണ്ട് ഇനി അറിയാതെ അവളെങ്ങാനും പറഞ്ഞു പോയിട്ടുണ്ടോ, അതായത് അനുമോൾ ബിന്നിയോടെങ്ങാനും അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടോ, അനുമോൾ സത്യസന്ധയായിട്ടുള്ള ആളാണ്, അങ്ങനെ പറയില്ല, അവൾ ഫസ്റ്റ് ഞങ്ങളോടേ പറയുള്ളൂ എന്നൊക്കെ അങ്ങ് ആഞ്ഞ് വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ, അതായത് ഇത്രയും സംസാരങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ആദിലയും നൂറയും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ബിന്നിയുടെ അടുത്തൊന്നും വിശ്വസിച്ച് പറയാൻ കൊള്ളില്ല എന്നാണ്. ആക്ച്വലി ഇവിടെ എന്താണ് സംഭവം? ബിന്നി വന്നതെന്ന് പറയുന്നു, അനുമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് PR ഉണ്ടെന്ന്. അപ്പോൾ ബിന്നി അങ്ങനെ നിന്ന് പറയുന്ന സമയത്ത് അനുമോൾ തന്നെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ എമൗണ്ടും കൂടി എമൗണ്ട് പറ എന്ന് പറഞ്ഞ് ബിന്നിയെ കൊണ്ട് എമൗണ്ട് 16 ലക്ഷം എന്ന് പറയിപ്പിച്ചത് അനുമോളാണ്. പക്ഷേ നൂറ് ഇവിടെ രാത്രി ഷാനവാസും ആദിലും ഇരിക്കുന്ന സമയത്ത് പറയുന്നത് എന്നാൽ അവൾ അങ്ങനെ എമൗണ്ട് ഒന്നും വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതൊരു സ്വകാര്യ സംഭാഷണമല്ലേ, അതൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് കഷ്ടമായി പോയിട്ടോ. എന്തായാലും ഈ 2 കുട്ടികളും കൂടി വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഈ കോൺവെർസേഷൻ്റെ മൊത്തത്തിലുള്ള സാരാംശം ബിന്നിയെ വിശ്വസിക്കരുത് എന്നാണ് ആദിലയും നൂറയും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ബിന്നി പറഞ്ഞത് സത്യമായിരുന്നു. കാരണം അനുമോൾക്ക് PR ഉണ്ടെന്ന് പറഞ്ഞത്, അനുമോൾ എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞത്, അപ്പോൾ ബിന്നി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഷാനവാസും അനുമോളും തന്നെ ഇവർ 2 പേരെയും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അറിയിക്കുന്ന സമയത്തൊക്കെ ബിന്നിയെ കുറ്റക്കാരിയാക്കിയാണ് ഇവരിത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിവർ കാരണം പറയുന്നത് എന്താണ്? ബിന്നിയോട് രഹസ്യമായി സ്വകാര്യമായി പറഞ്ഞത് ബിന്നി പബ്ലിക്കാക്കി എന്നുള്ളത്. അത് തന്നെയല്ലേ ഷാനവാസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുമോൾ സ്വകാര്യമായി പറഞ്ഞ കാര്യമാണ് PR ഉണ്ടെന്നുള്ളതും അതിൻ്റെ അഡ്വാൻസ് എമൗണ്ട് എത്രയാണെന്നുള്ളതും. അക്ബർ സ്വകാര്യമായി പറഞ്ഞതാണ് അനുമോളുടെ PR ടീം എന്നെയും വന്ന്
കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് രണ്ടും രാവിലത്തെ ടാസ്കിൻ്റെ ഭാഗമായി എടുത്തിട്ട ആളാണ് ഷാനവാസ്. അപ്പോൾ ഷാനവാസ്ക്ക് സ്വകാര്യ സംഭാഷണം ചോർത്തി കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല, പക്ഷേ ബിന്നി ഇത് ചെയ്തുകൂടായിരുന്നു. ഷാനവാസിന് ശേഷം ശ്രദ്ധേയമായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന ഒരു PR ടാസ്കിൽ സംസാരിച്ചിട്ടുള്ളത് ബിന്നിയായിരുന്നു. അനുമോൾക്ക് PR ഉണ്ടെന്നും അവൾ ഇത്ര തുകയ്ക്കാണ് PR കൊടുത്തിരിക്കുന്നതെന്നും ഒക്കെ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും 16 ലക്ഷമാണ് ആ എമൗണ്ട് എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. ബിന്നി പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് ആദ്യമേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അനുമോൾ നൂറയുടെയും ആദിലയുടെയും സപ്പോർട്ടോടുകൂടി പ്രൂവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവർ മാത്രമായിരിക്കുന്ന സമയത്ത് ബിന്നി പറഞ്ഞതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് ആദിലോടും നൂറയോടും സമ്മതിക്കുന്നുണ്ട്. ആ സമ്മതിക്കൽ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അനുമോളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെയാണ്. ഇവിടെ ആർക്കൊക്കെ PR ഉണ്ടെന്നുള്ളത് എനിക്കറിയാം, എത്രയ്ക്കാണ് ആ PR എന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ അനുമോളുടെ കണ്ണൊക്കെ കിടന്ന് പിടയ്ക്കുകയാണ്. അവർക്ക് കാര്യമായിട്ട് അറിവുണ്ടായിട്ടല്ല, പക്ഷേ ഈ രണ്ട് വ്യക്തികൾ ആദിലയും നൂറയും ആക്ച്വലി ഇവരുടെ ഈ ഒരു കോൺവെർസേഷനിൽ വീണ് പോകുന്നുണ്ട് എന്ന് കൃത്യമായ ഉറപ്പുള്ള ആളുകൾ അവരെയും കൂടി മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ആർക്കൊക്കെ PR ഉണ്ട്. അനുമോൾ എടുത്ത വഴിക്ക് ആദ്യം പറഞ്ഞത് അക്ബറിനുണ്ടെന്നുള്ളതാണ്. കാരണം അക്ബറിനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് ഷാനവാസിക്ക് അതിലൊരു പ്രത്യേകതരം ഇൻട്രസ്റ്റ് കടന്നു വരുള്ളൂ. തൊട്ടടുത്ത് വാതർന്ന് സംസാരിക്കുന്നത് നൂറയാണ്. ബിന്നിക്കുണ്ട് എന്നാണ് നൂറ പറയുന്നത്. നൂറയ്ക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. തൊട്ട് മുമ്പ് അനുമോളാണ് പറഞ്ഞത് ബിന്നിക്കും PR ഉണ്ട് എന്ന്. അത് മാത്രമേ നൂറ കേട്ടിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് ഷാനവാസും ആദിലയും അനുമോളും ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നൂറ പറയുന്നത് ബിന്നിക്കുണ്ട് PR എന്ന്. അവിടേക്ക് ഇവർ എത്രത്തോളം ഇതിനകത്തേക്ക് വീണ് പോയി എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അനുമോൾ പറയുന്നു, നൂറ വിശ്വസിക്കുന്നു. മാത്രമല്ല ഈ PR ടാസ്കിനിടയിൽ ഗെയിം കളിക്കാതെ ഇവിടെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ആദിലയും നൂറയും ഒക്കെ ലക്ഷ്മിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ രണ്ട് വ്യക്തികളും അനുമോളിലും ഷാനവാസിലും ഇൻഫ്ലുവൻസ്ഡ് ആയി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നല്ലൊരു കോൺവെർസേഷൻ പോലും ഇനിഷ്യേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. അതേസമയം ഈ 2 ദിവസവും നിറഞ്ഞു നിൽക്കുന്ന ലക്ഷ്മിയെ നമ്മൾ കാണുന്നുണ്ട്. ഈ ആദിലയുടെയും നൂറയുടെയും ഗെയിം അതിഭീകരമാം വിധം വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ തൊട്ട് മുമ്പത്തെ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ആളുകൾക്ക് കൃത്യമായി നോമിനേറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഇപ്രാവശ്യത്തെ നോമിനേഷനിൽ നൂറ വന്നിട്ടില്ല. ഈ ഗെയിമിൽ ഇപ്പോൾ ബാക്കി നിൽക്കുന്നതല്ല ഇതിനു മുമ്പ് എവിക്റ്റായി പോയ ആളുകളും ഇതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇവർ മനസ്സിലാക്കേണ്ടത് ആദിലയും നൂറയും ആസ് എ കപ്പിൾ ഒരു ടീമായിട്ടാണ് വന്നത്. അതിൻ്റെ അർത്ഥം അവർക്ക് 2 പേർക്കും കിട്ടാൻ പോകുന്ന വോട്ടുകൾ, അതിൻ്റെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒന്നാണ്. ആദിലയും നൂറയും ഒരേ സമയം നോമിനേഷനിൽ വന്നാൽ മാത്രമാണ് ഈ വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ആവുള്ളൂ. അവർക്ക് ചിലപ്പോൾ 4 വോട്ട് മൊത്തം കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കും. ആദിലയും നൂറയും സ്പ്ലിറ്റ് ആകുമ്പോൾ ചിലപ്പോൾ അത് 2-2 വെച്ച് സ്പ്ലിറ്റ് ആവാം, അല്ലെങ്കിൽ 1-3 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ആവാം. അങ്ങനെ വരുമ്പോഴാണ് ഇതിലൊരാൾ ഔട്ടായി പോകാനുള്ള ഒരു സാധ്യത വരിക. ഇപ്പോൾ ഈ ആഴ്ചത്തെ കാര്യം എടുത്ത് നോക്കിയാൽ അവരൊരു കാരണവശാലും ആദിലയെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരുമ്പോൾ ആദിലയ്ക്ക് നോമിനേഷൻ മുക്തി ലഭിക്കുന്നു. അപ്പോൾ ഈവൻ നൂറ നോമിനേഷനിൽ വന്നാൽ പോലും ആദില നൂറ കോമ്പിനേഷന് കിട്ടാവുന്ന വോട്ടുകൾ എന്താണോ അത് മുഴുവൻ നൂറയ്ക്ക് കിട്ടുകയാണ് ചെയ്യുക. ഇവർ 2 പേരും ഒരുമിച്ച് നോമിനേഷനിൽ വരുന്ന സമയത്ത് മാത്രമാണ് അവരിലൊരു നല്ല ഗെയിമർ ഉണ്ടെങ്കിൽ ആ ഗെയിമറിനെ കണ്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ചാൻസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അത് ഗെയിം പെർസ്പെക്റ്റീവിലാണ്. ഇവിടെ എല്ലാവരും ഗെയിമേഴ്സ് അല്ല എന്നുള്ളൊരു സാഹചര്യമാണല്ലോ ഉള്ളത്. പിന്നെ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് നോമിനേഷനാണ്. ഇത്തവണ ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ നോമിനേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൂറയും അതുപോലെ ആര്യനും സേവ് ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ നോമിനേഷൻ പ്രോസസ്സിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, തൻ്റെ ടോക്സിക് മാസ്കുലിനിറ്റി മുഴുവൻ തൻ്റെ മീശയിലേക്ക് ആവാഹിച്ചിട്ടുള്ള ഷാനവാസൊക്കെയുടെ വളരെ ബോറൻ പ്രകടനം കണ്ടു എന്നുള്ളതാണ്. കാരണം അയാളെ ഓരോ ആൾക്കാരും നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് മീശ പിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് പോസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ലക്ഷ്മി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അയാളൊരു ക്യാരക്ടർ പിടിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പോയി മുഖത്ത് പോയി ടച്ചപ്പൊക്കെ ചെയ്തിട്ട് ഒരു ക്യാരക്ടറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് താൻ ചെയ്യുന്ന തെറ്റുകളൊന്നും അംഗീകരിക്കാതെ ഇങ്ങനൊരു ഷോ കാണിച്ച് നടക്കുന്നത്. അതുകൊണ്ടാണ് ഷോനവാസ് എന്നൊരു പേരും പുള്ളിക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ആ ഒരു പേര് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് നമുക്കും മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ മീശ വിരിച്ചും ഓരോ ചേഷ്ടകൾ കാണിച്ചും ഇങ്ങനെ തന്നെ നോമിനേറ്റ് ചെയ്യുന്നവരെ പുച്ഛിക്കുന്നതിൻ്റെ കൂടെ ബിന്നി സംസാരിക്കാൻ വരുന്ന സമയം മുതൽ ഇദ്ദേഹം ചൂളം അടിക്കുന്നു. അവരുടെ സ്പേസാണ്, നോമിനേറ്റ് ചെയ്യാൻ വരുന്ന ആളുടെ സ്പേസാണ്. നമ്മളൊരു ചെറിയ 1-2 എതിർപ്പുകൾ പറയുക എന്നുള്ളതിനപ്പുറത്ത് ഞാൻ എവിടെയാണെങ്കിലും പറയും, ഞാനിത് പറഞ്ഞിരിക്കും എന്ന് പറയുമ്പോൾ അക്ബർ അടക്കമുള്ളവർ പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ സ്പേസ് അല്ല, ബിന്നിയുടെ സ്പേസാണ്. അപ്പോൾ ബിന്നിയും തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പോലും വളരെ മോശമായിട്ടുള്ള, വളരെ ബോറായിട്ടുള്ള ഒരു റിയാക്ഷനാണ് നമ്മൾ ഷാനവാസിൽ നിന്ന് കാണുന്നത്. ഒരു മിനിമം മര്യാദയുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് അതൊരിക്കലും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നെവിൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. നെവിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള 2 പേർ, അത് നൂറയും
അനുമോളുമാണ് എന്നുള്ളതാണ്. നൂറയും അനുമോളും പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടാണ് നെവിനെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ നോമിനേഷനിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് നെവിൻ പറയുന്നുണ്ട്. അതുപോലെ നെവിന് ഒരു വോട്ട് മാത്രമാണെങ്കിൽ നോമിനേഷനിൽ വരാൻ സാധ്യതയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നോമിനേഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനുമോൾ നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് സാബുമാനെ അനുമോൾ നോമിനേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അനുമോളുടെ വോട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ സാബുമാൻ ഒരുപക്ഷെ ഇത്തവണത്തെ നോമിനേഷനിൽ നിന്ന് ഒഴിവാകുമായിരുന്നു. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വീക്കായിട്ടുള്ള പ്ലേയേഴ്സിനെ കൂടി നോമിനേഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു വലിയ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാവും. അനുമോളെ സംബന്ധിച്ച് അനുമോൾക്കുണ്ടെന്ന് അനുമോൾ വിശ്വസിക്കുന്ന ഒരു വലിയ സീരിയൽ ഓഡിയൻസിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ട്. ആ വോട്ട് എന്തായാലും അനുമോൾക്ക് കിട്ടും. ബാക്കി പരമാവധി ആളുകളെ നോമിനേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കൂട്ടത്തിൽ സേവ് ആകുക എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ അനുമോളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് ഇവരുടെ ഡാൻസ് മാരത്തോൺ പരിപാടിയൊക്കെ ആരംഭിക്കുകയാണ്. എല്ലാവരും ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അതിൽ അനീഷ് മൊത്തത്തിൽ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. ഈ പാടുക, ഡാൻസ് കളിക്കുക തുടങ്ങിയിട്ടുള്ള പരിപാടികളൊന്നും നമ്മുടെ അല്ല എന്നുള്ള രീതിയിൽ ആക്ച്വലി ഏറ്റവും നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു വേഷം തന്നെയാണ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ജോക്കർ സിനിമയിലെ ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം, ആ ജോക്കറിൻ്റെ കോസ്റ്റ്യൂമും ഒക്കെ ആയിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ റാൻഡം ഗൈ എന്നുള്ള രീതിയിൽ പുള്ളി കൈ കെട്ടി അവിടെ ഇങ്ങനെ മാറി നിന്ന് ഡാൻസുകളൊക്കെ നോക്കി കാണുന്നു. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ 1-2 ഡയലോഗുകൾ പറയുന്നു. അതും എങ്ങും എറിക്കാതെ പോകുന്നു എന്നുള്ളതാണ് അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. ബിന്നിയുടെ കോസ്റ്റ്യൂമിൽ ഭയങ്കര രസമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ മീശയും കോട്ടും ഒക്കെ ഒന്ന് മാറ്റിയാൽ ബിന്നിയുടെ മുഖം കാണായിരുന്നു എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര രസമുള്ള ഒരു കോസ്റ്റ്യൂമായിരുന്നു. ആ കോസ്റ്റ്യൂം മാറ്റിക്കഴിഞ്ഞാൽ ബിന്നിയുടെ പെർഫോമൻസ് അത്രയും രസമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. ലക്ഷ്മിയെ നമ്മൾ നോക്കുമ്പോൾ ലക്ഷ്മിയുടെ പെർഫോമൻസ് അവർ നന്നായി ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് നടക്കുമ്പോഴും അവിടെയൊക്കെയും ലക്ഷ്മി ഒരു സപ്പോർട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അതൊരു ഗെയിം സ്പിരിറ്റിൽ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. എന്നാൽ അതേസമയം അവർ കയറുമ്പോൾ നമ്മൾ മൈൻഡ് ആക്കേണ്ട എന്നൊക്കെ പറയുന്ന പോലത്തെ പ്ലാനിങ് പരിപാടികളൊക്കെ നമ്മൾ കാണുമ്പോഴും ലക്ഷ്മി എല്ലാവർക്കും ഒരുപോലെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സാബുമാനാണ് തനിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ, അയാളുടെ ശബ്ദം, ആ മോഡുലേഷൻ, അതൊക്കെ പിടിച്ചുകൊണ്ട് ആ ക്യാരക്ടറായിട്ട് നല്ലോണം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്ന ഒരാൾ. അനുമോൾ ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു. ചിലപ്പോൾ ആ ക്യാരക്ടറുടെ ആവശ്യത്തിൽ കൂടുതലിട്ടു എന്നേ നമുക്ക് പറയാനുള്ളൂ. ഞാനൊരു മീം കണ്ടത് ഇങ്ങനെയാണ്: കിലുക്കത്തിലെ രേവതി ആവാൻ പറഞ്ഞപ്പോൾ കിലുക്കത്തിലെ കാവ്യമാധവനായിട്ട് അഭിനയിച്ചു എന്നുള്ളത്. പക്ഷേ അത് രസമായിരുന്നു. അവരതിനെ ത്രൂ ഔട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോയി. ബാക്കി എല്ലാ പ്ലേയേഴ്സിൻ്റെ അടുത്തും ഇൻട്രാക്ട് ചെയ്ത് തനിക്കും കൂടി ഒരു സ്പേസ് കണ്ടെത്തുക എന്ന് പറയുന്ന കാര്യം അനുമോളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. ആര്യൻ ആ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പുള്ളി ആദ്യം പോയി മീശയൊക്കെ പഠിച്ചു എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് ഇടുക എന്ന് പറയുന്ന കാര്യം ആര്യൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. ആദില സ്റ്റക്കായി പോയി എന്നാണ് തോന്നിയത്. ആ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ നിൽക്കുക, നൂറയുടെ പെർഫോമൻസ് വരുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് അവരുടെ ഒരു പെർഫോമർ സംഭവം ഒന്നും തന്നെ കണ്ടതായിട്ട് തോന്നുന്നില്ല. അതുപോലെ അനീഷിൻ്റെ അടുത്താണെങ്കിലും ആ പെരുമാറ്റത്തിലൊന്നും ആ ക്യാരക്ടറിലേക്ക് വരാനൊന്നും അതിലേക്ക് സാധിച്ചിട്ടില്ല. നൂറ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കാർത്തുമ്പി ആവാൻ അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും എത്താൻ നൂറയ്ക്ക് സാധിച്ചിട്ടുള്ളതായിട്ട് തോന്നിയില്ല. ഷാനവാസിന് ആ മീശ ഉണ്ടായിരുന്നതുകൊണ്ട് മീശ വിരിച്ച് വേലായുധനാവാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. ഡാൻസിൻ്റെ സമയത്തും പുള്ളി അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, മുള്ളംകൊല്ലി വേലായുധൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അയാൾ പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ പോയി കമൻ്റ് അടിക്കുക എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല, അത് വേറെ തന്നെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിലേക്ക് ഷാനവാസ് ഒരിക്കലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മീശ വെച്ച് ഞാൻ താൻ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പുള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നെവിൻ്റെ അടുത്തുനിന്ന് സത്യം പറഞ്ഞാൽ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ആ ക്യാരക്ടർ നോക്കുമ്പോൾ ഗാന്ധർവത്തിലെ ലാലേട്ടൻ ഡയലോഗ് പറയുമ്പോൾ ആ കോസ്റ്റ്യൂമാണ് പുള്ളിക്ക് കിട്ടിയിട്ടുള്ളത്. പുള്ളി അത് ഏതോ ഒരു നമ്പൂരി ഇല്ലത്തെ എന്ന് പറയുന്ന ആ ഒരു ലൈനിലൊക്കെയാണ് അതിനെ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ നെവിൻ ആയതുകൊണ്ട് നമ്മൾ കുറേ പ്രതീക്ഷിച്ചു, ഒരുപാട് ഫൺ മൊമെൻറ്റ്സ് ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ, പക്ഷേ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ആകെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് സൈക്കിൾ ചവിട്ടി തളർന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാമിന ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ എന്നൊക്കെ ലക്ഷ്മി ചോദിക്കുമ്പോൾ ആ ഒരു കോൺവെർസേഷൻ രസം ഉണ്ടായിരുന്നു. അക്ബർ ആക്ച്വലി അവിടെ ഇല്ലായിരുന്നു. അക്ബറിൻ്റെ ആ ഒരു പാട്ട് വരുന്ന സമയത്ത് മാത്രമാണ് അക്ബറിനെ നമ്മൾ കാണുന്നത്. കാരണം പുള്ളി ഓൾറെഡി മുഖത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇയാൾ അവിടെ കാണുന്നില്ല. എവിടെയും ആൾക്കാരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നതായിട്ടോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ നമ്മൾ ആദ്യ ദിവസത്തെ പരിപാടി നോക്കുമ്പോൾ ഒന്നും അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ തകർത്തു എന്നാണ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ആദ്യമായിട്ടാണ് ഒരു ടാസ്ക് കൊടുത്തിട്ട് തല്ലി തീർക്കാതെ ഈ ടാസ്ക് ഒന്ന് തീരുന്നത് കാണുന്നത്. സന്തോഷായിട ബക്കളേന്ന് പറഞ്ഞ് കണ്ണ് തുറച്ചുകൊണ്ടായിരിക്കും പുള്ളി അത് എഴുതി കൊടുത്തിട്ടുണ്ടാവുക. തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ അനീഷിൻ്റെ ഗെയിം പ്ലേ കുറേയും കൂടി വിസിബിളായിട്ട് കാണുന്നത്. ആക്ച്വലി എല്ലാവരും അതിൻ്റെ അകത്തേക്ക് പോയി മൂക്കും കുത്തി വീഴുന്നത് നമ്മൾ സെക്കൻഡ് ഡേ ആണ് കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആദിലയും നൂറയും വെളുപ്പിന് മറ്റേ ഡാൻസ് പരിപാടി ഡാൻസ് കളിപ്പിച്ചിട്ടാണല്ലോ ഇവരെ എണീപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡാൻസ് പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഗാർഡൻ ഏരിയയിൽ വന്നിരിപ്പുണ്ട്. അനീഷ് അവിടെ നടക്കുന്നതാണ്. അപ്പോൾ അനീഷ് അവരെ കാണുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നത്, നിങ്ങൾ എന്താ ഇത്ര നേരത്തെ എണീറ്റ്? അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ഈ ബിഗ് ബോസിൻ്റെ വേക്കപ്പ് സോങ് ഒക്കെ വരുന്ന സമയത്ത് പുതച്ചു മൂടി കിടന്നത്, നിങ്ങളെ വിളിച്ചു കൊണ്ടുവരേണ്ടി വന്നത്, അതൊക്കെ നിങ്ങളുടെ ആക്ടിങ് ആയിരുന്നു എന്നൊക്കെ ഉള്ളതാണ്.
എന്നുള്ളതാണ് നമ്മളും ഇതിന് മുമ്പുള്ള പല എപ്പിസോഡ്സിലും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. രാവിലത്തെ ഈ പാട്ട് വെച്ചിട്ടുള്ള പരിപാടിയിൽ ആദിലെ നൂറയൊക്കെ വളരെ വൈകി എണീക്കുന്നു, അല്ലെങ്കിൽ അവർ വളരെ ക്ഷീണത്തോടു കൂടി കാണുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷെ അവർ നേരത്തെ വന്ന് എണീറ്റിരിക്കുമ്പോൾ അനീഷ് ഇത് ചോദിക്കുകയാണ്. ആക്ച്വലി അനീഷിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആളുകളെ പ്രകോപിപ്പിക്കുക, അതുപോലെ തന്നെ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. ഫാമിലി വീക്കും കൂടി കഴിയുമ്പോൾ അനീഷ് പറയുന്നത് ഫാമിലി വീക്കിന് ശേഷം ആളുകളൊക്കെ എന്നെ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരിൽ നിന്നും ഒരു വഴക്ക് മേടിച്ചെടുക്കുക, അല്ലെങ്കിൽ എല്ലാവരുടെയും അനിഷ്ടം നേടിയെടുക്കാനാണ് ഇയാൾക്ക് അനീഷ് എന്ന് പേരിട്ടത് നമുക്ക് സംശയം തോന്നും. എന്തായാലും അങ്ങനെ മാക്സിമം അനിഷ്ടം നേടിയെടുത്ത് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമമാണ്. പക്ഷേ അതിൽ അനീഷിനെ കുറ്റം പറയാനൊന്നുമില്ല. അനീഷ് പഠിച്ചിട്ട് വന്നൊരു പ്ലാനാണ്. പുള്ളി അത് വളരെ ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നല്ല മൊമെൻറ്റ്സും ഉണ്ടായിരുന്നു. പക്ഷേ അനീഷിന് മനസ്സിലായി അനീഷിൻ്റെ ഗെയിം കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അയാളുടെ ശ്രമമാണ്. ആ ശ്രമത്തിൽ എല്ലാവരും വന്ന് വീഴുന്നത്, പ്രത്യേകിച്ച് രാവിലെ നമ്മൾ നോക്കുമ്പോൾ ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും ഈ ഡയലോഗ് പറയുന്നു. അപ്പോൾ തന്നെ അവരതിന് തിരിച്ച് റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അനീഷിന് മനസ്സിലായി ഇത് ഏൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി പ്രൊവോക്ക് ചെയ്യണം. അതിനുവേണ്ടി പറയുന്നത്, നിങ്ങൾ ഈ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് മുഴുവൻ നിങ്ങളുടെ കൊളാബറേഷൻ ആണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അവിടെ അയാൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇവർ കൊളാബറേഷനിലൂടെ ഡ്രസ്സ് കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല, ഞാനൊരു സാധാരണക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് കൊളാബറേഷനൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ് ഷാനവാസ് ഇത് കയറി പിടിക്കുന്നുണ്ട്. ഷാനവാസിന് മനസ്സിലായി ആദിലെ നൂറയും സംസാരിക്കുന്നു, അനീഷ് തിരിച്ചും സംസാരിക്കുന്നു, ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുന്നുണ്ട്. അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചാണ്. അങ്ങനെ അവിടേക്ക് വന്നതിന് ശേഷം ഈ കൊളാബറേഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അനീഷിൻ്റെ അടുത്ത് അയാൾ തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. ഷാനവാസിനെ സംബന്ധിച്ച്, ഷാനവാസ് ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാവരും ഷാനവാസിൻ്റെ സീരിയലിലെ ഷാനവാസ് നായകനായി നിൽക്കുമ്പോഴുള്ള മറ്റ് കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇവിടെ രണ്ട് സുഹൃത്തുക്കൾ, അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ലാലേട്ടൻ ഒക്കെ ആയിട്ട് വന്ന് പറയുന്നു, പിന്നെ മ്യൂസിക് ഒക്കെ ഇട്ട് പുറത്ത് ഭയങ്കര റീലും പരിപാടി ഉണ്ടാവും. ഇത് ഹിറ്റാണ് എന്നുള്ളത് ഫാമിലി വീക്കോടുകൂടി അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. പക്ഷേ ഇപ്പോൾ അനീഷിൻ്റെ ഗെയിം മാറിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ മാറി നിൽക്കുമ്പോൾ പോലും അനീഷുമായിട്ട് അടി ഉണ്ടായിക്കൊണ്ട്, അതായത് സുഹൃത്തുക്കളാണെങ്കിലും ഇനി ശത്രുക്കളാണെങ്കിലും അനീഷുമായിട്ടുള്ളൊരു കോംബോ. പിന്നെ അത് മാത്രമല്ല, സുഹൃത്തുക്കൾ തമ്മിലൊരു പിണക്കമുണ്ടായി. അയ്യോ, അത് കുറച്ച് ഇമോഷണൽ സാധനമല്ലേ. അപ്പോൾ അതും പുറത്ത് മറ്റേ മ്യൂസിക്കൊക്കെ ഇട്ട് പ്രചരിപ്പിക്കപ്പെടാനുള്ളൊരു സാധ്യതയും കൂടി മുന്നിൽ കണ്ടിട്ടായിരിക്കും. സുഹൃത്തുക്കൾ തമ്മിൽ പ്രശ്നമായി, അങ്ങനെ വഴക്കായി, തമ്മിൽ തല്ലും. പക്ഷേ പിന്നീട് യഥാർത്ഥ സുഹൃത്ത് ഞാനാണെന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു വരും എന്നൊക്കെ പറയുന്ന അതേ സ്ക്രിപ്റ്റിലാണ് ഷാനവാസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവിടെ അനീഷിൻ്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഭവം അനീഷ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഷാനവാസ് ഇവിടെ സ്വന്തം സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്ക് ഷാനവാസ് ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ പ്രസക്തമാണ്. അക്ബറിൻ്റെ കാര്യത്തിൽ ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ ഷാനവാസിന് ദേഷ്യം തോന്നുന്ന ആളുകളെയൊക്കെ ഷാനവാസ് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. തന്ത്രശാലിയായ കള്ളനാണവൻ എന്നുള്ളതാണ് ആദ്യത്തെ ആരോപണം. തന്ത്രശാലിയായ കുറുക്കനുണ്ടായിരുന്നു, തന്ത്രശാലിയായ കഴുകനുണ്ടായിരുന്നു, ഇപ്പോൾ തന്ത്രശാലിയായ കള്ളനുണ്ട്. ഈ തന്ത്രശാലി എന്നുള്ള വാക്കൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു നെഗറ്റീവ് സെൻസിലാണ്. പ്രത്യേകിച്ച് ആദില നൂറ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിലേക്ക് ഷാനവാസിക്ക പറയുന്ന തന്ത്രശാലിയാണോ, അപ്പോൾ അവനെ സൂക്ഷിക്കണം എന്ന് പറയുന്ന ഇമേജ് വളരെ പെട്ടെന്ന് തന്നെ ഇൻജെക്റ്റ് ആവും. പ്രേക്ഷകരുടെ ഉള്ളിലേക്കും അത് പെട്ടെന്ന് വന്ന് കയറും. വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാനാണ് അനീഷ് ശ്രമിക്കുന്നത് എന്ന് ഷാനവാസ് പറയുമ്പോൾ വളച്ചൊടിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക, ഇത് തന്നെയല്ലേ അക്ബറിനെ കുറിച്ചും പറഞ്ഞത് എന്ന് നമുക്ക് തോന്നും. എന്തായാലും ആദിലേക്ക് നൂറയ്ക്ക് അത് തോന്നാനുള്ള സാധ്യതയില്ല. അവർ രണ്ടുപേരും വിചാരിക്കുക തെറ്റിദ്ധരിപ്പിച്ച് വളച്ചൊടിപ്പിച്ച്, അപ്പോൾ ഇയാൾ തന്നെ അടുത്ത വില്ലൻ എന്ന് പറയുന്ന ആ ഒരു ഫീലാണ് ഉണ്ടായെന്ന് പിന്നീടുള്ള സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഉഡായിപ്പ്, വൃത്തികെട്ടവൻ, നിന്നെ തുറന്നു കാണിക്കലാണ് ഇനി എൻ്റെ പണി എന്നുള്ളതാണ്. ഷാനവാസ് അങ്ങനെ കുറേ ആൾക്കാരെ ആ ബിഗ് ബോസ് ഹൗസിൽ തുറന്നു കാണിക്കുന്നുണ്ട്. ഈ അവസാന നിമിഷം വരെയും അക്ബറിനെ തുറന്നു കാണിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അനീഷിനെ തുറന്നു കാണിക്കാനുള്ളൊരു ശ്രമം നടത്തി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് പുള്ളിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരെയും തുറന്നു കാണിക്കാൻ നോക്കി തൻ്റെ സ്വഭാവം തുറന്നു കാണിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ ഷാനവാസിനെ കാണുന്നത്. അനീഷിനെ കുറിച്ച് ഷാനവാസ് പിന്നീട് പറയുന്നത് അയാൾക്ക് ഒറ്റപ്പെടണം, അതിനായി അയാൾ സാഹചര്യങ്ങളുണ്ടാക്കും, അതിൽ നമ്മൾ വീണു പോകും എന്നാണ് പറയുന്നത്. ഏത് ഗ്രൂപ്പിലുള്ള എല്ലാവരോടും കൂടിയായിട്ട് ഉപദേശമായിട്ടാണ് കൊടുക്കുന്നത്. ആക്ച്വലി ഷാനവാസ് അനീഷിൻ്റെ ആ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിൽ അനീഷിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ ചെന്ന് നിന്നല്ലോ. പക്ഷേ ആ കോൺവെർസേഷൻ നടക്കുമ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന ലക്ഷ്മി ഇതിനൊക്കെ ചേർത്തിട്ടുള്ളൊരു മറുപടി പറയുന്നുണ്ട്. അനീഷ് സംസാരിച്ചത് ആദിലോടും നൂറയോടും ആണല്ലോ, അപ്പോൾ അവർക്ക് സംസാരിക്കണമെങ്കിൽ അവർ സംസാരിച്ചാൽ പോരെ, ഷാനവാസ് ഇടപെടേണ്ട കാര്യമില്ലല്ലോ എന്ന്. ആക്ച്വലി ഇവിടെയാണ്, അല്ലെങ്കിൽ ഇതിലാണ് കൃത്യമായിട്ടുള്ള പോയിന്റ് ഉള്ളത്. ആദിലയുടെയും നൂറയുടെയും ഗെയിമിനെ അപഹരിച്ചെടുക്കുന്ന ആളായിട്ടാണ് നമ്മൾ ഷാനവാസിനെ കാണേണ്ടത്. അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുക എന്ന് പറയുന്ന കാര്യവും അയാൾ അവിടെ ചെയ്യുന്നുണ്ട്. അതേസമയം ഇവരെ രണ്ടുപേരെയും യൂട്ടിലൈസ് ചെയ്യുന്ന അനുമോളെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പോലും അനുമോളുടെ അടുത്ത് എതിർത്ത് സംസാരിക്കുന്നതിൻ്റെ പകുതി പോലും, അല്ലെങ്കിൽ ഒരു 10% പോലും ഷാനവാസിനെ ഇവർ രണ്ടുപേരും എതിർത്ത് സംസാരിക്കുന്നില്ല. അപ്പോൾ കൂട്ടത്തിൽ
ഏറ്റവും ഗംഭീരമായിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവരെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഗെയിമിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഷാനവാസ് ആണെന്ന് പറയേണ്ടി വരും. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് അന്നേ ദിവസം രാത്രി ആകുമ്പോഴേക്കും അടുക്കളയിൽ തോറ്റതിന് അമ്മയോട് നിന്നാണല്ലോ, അങ്ങനെ എന്തോ അല്ലേ, എന്തായാലും അടുക്കളയിൽ ലക്ഷ്മിയോട് സംസാരിച്ച് ജയിക്കാൻ പറ്റാത്തത് കൊണ്ട് ഷാനവാസ് ക്യാപ്റ്റനെ ചെന്ന് ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നുണ്ട്. ഒരു ഉളുപ്പുമില്ലാതെ അത് കേട്ടിട്ട് എന്നോട് അങ്ങനെ പറയാൻ പോയിക്ക എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്ന ആദിലെയാണ് നമ്മൾ കാണുന്നത്. അവരൊരു ക്യാപ്റ്റനല്ലേ എന്നൊക്കെ ചോദിക്കാൻ തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നു അത്. എന്തായാലും ഷാനവാസ് പറയുന്നത് മുഴുവൻ വെള്ളം തൊടാതെ വിശ്വസിച്ച് അത് കേട്ടിരിക്കുന്ന അക്ബറിനെ നമ്മൾ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞ ഇച്ചിരി സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും ഷാനവാസ് അക്ബറിനോട് പറയുന്നത് ഇവരതി പിടിച്ച് കയറി, അതായത് അക്ബറും ഷാനവാസും തമ്മിൽ ആദിലയും നൂറയും അനീഷ് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു വഴക്കിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഷാനവാസ് കയറി പിടിച്ചത് ഷാനവാസ് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അക്ബറിനോട് പറയുന്നത് ഇവരതി പിടിച്ച് കയറി, ആദിലയും നൂറയും അതി പിടിച്ച് കയറി, അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഷാനവാസ് പിടിച്ച് കയറിയ കാര്യം പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ 1-2 ദിവസത്തെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒക്കെയും ഈ അക്ബർ ഷാനവാസ് പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. അത് പതിവ് പോലെ അക്ബറിന് അത്ര നല്ലതായിരിക്കില്ല. അത്രയും മാനിപ്പുലേറ്റഡ് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ സ്വന്തമായി ഗെയിം ഒന്നും ഇല്ലാത്ത അക്ബർ, ആക്ച്വലി അക്ബറിൻ്റെ കയ്യിൽ ഒരു ഗെയിമും ഇല്ല. അക്ബർ ഇങ്ങനെ ലക്ഷ്മിയോടുള്ളൊരു ദേഷ്യം മാത്രമാണ് അക്ബറിൽ ആകെ നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തിൽ കണ്ടിട്ടുള്ളത്. ലക്ഷ്മിയുടെ അടുത്ത് ചൂടാവുന്നു. അതെന്തായാലും ഷാനവാസ് നല്ലോണം എരികേറ്റിക്കൊണ്ടിരിക്കും. ഷാനവാസിനാൽ മാനിപ്പുലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഗെയിമൊന്നും ഇല്ലാത്ത അക്ബർ എന്ന് പറയുന്നത് അയാളിപ്പോൾ ഔട്ടായി പോയി കഴിഞ്ഞാലും ആ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ തുടരും എന്നുള്ള അവസ്ഥയാണ്. ഒത്തിരി പൊട്ടൻഷ്യലുള്ള, വളരെ എൻ്റർടൈനിങ് ആയി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലെയർ ഒന്നും അല്ലാതായി ഇരുന്നു പോകുന്നത് കാണുമ്പോഴുള്ള വിഷമം കൊണ്ട് പറയാം. അതിനുശേഷം അടുക്കളയിൽ ഒരു രസകരമായതല്ല, മഹാവൃത്തികെട്ട ഒരു വഴക്ക് തന്നെയാണ്. പക്ഷേ അതിനെ ലക്ഷ്മി ഡീൽ ചെയ്ത രീതി വളരെ പവർഫുള്ളായിരുന്നു എന്ന് ഫീൽ ചെയ്തു. കാരണം ഇവർ ഈ ടാസ്കും കാര്യങ്ങളും മറ്റേ ഡാൻസ് കളിക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഫുഡിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണമല്ലോ. അപ്പോൾ ലക്ഷ്മി അതൊക്കെ കൃത്യമായി ചെയ്യുന്നത് ഓരോ തവണയും അവരുടെ മുഖത്തേക്ക് ക്യാമറ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആര്യൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ചത് അവിടെ തറയിൽ തന്നെ വെച്ചിട്ട് പുള്ളി കുളിക്കാനോ മറ്റോ പോയി. അതിനെന്തായാലും ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ഷാനവാസ് ഇത് കാണുകയാണ്. അതായത് ചപ്പാത്തിക്ക് മാവ് കുഴച്ചത് തുറന്നു വെച്ചിരിക്കുന്നത് ഷാനവാസ് കാണുന്നു. ഷാനവാസ് അത് ലക്ഷ്മിയെ വിളിച്ച് കാണിക്കുന്നു. ലക്ഷ്മി നേരെ ആര്യൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ തുറന്നു വെച്ചത് ശരിയായിട്ടില്ല, അത് അടച്ചു വെച്ചിട്ട് പോകണം എന്ന് പറഞ്ഞ് കനത്ത ഭാഷയിൽ തന്നെ ശാസിക്കുന്നുണ്ട്. ആര്യന് തൻ്റെ ഭാഗത്തുള്ള തെറ്റ് ഏകദേശം മനസ്സിലായിട്ടുള്ളതുകൊണ്ട് ആര്യൻ അതിന് സോറി പറയുന്നു. അതിനുശേഷം അടുക്കളയിൽ വന്ന് അയാൾ വീണ്ടും മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ പാത്രം കഴുകുന്നതുമായി ബന്ധപ്പെട്ട് അനീഷിൻ്റെ ഒരു ചെറിയ വഴക്കുണ്ടാവുന്നുണ്ട്. ആ വഴക്കൊന്ന് അടങ്ങി കഴിയും. ആ സമയത്ത് അക്ബർ ലക്ഷ്മിയോട് കയർത്ത് സംസാരിക്കുന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. ആ കോൺവെർസേഷൻ എൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഷാനവാസ് വീണ്ടും കറങ്ങി വരികയാണ്. ആ ചപ്പാത്തിയുടെ മാവിൽ എലി വല്ലതും കാട്ടിച്ചിട്ടുണ്ടാവുമെന്നോ മൂത്രമൊഴിച്ചിട്ടുണ്ടാവുമെന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. ഷാനവാസ് അവിടെ സൂചിപ്പിച്ച കാര്യം വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. ആഹാരം ഉണ്ടാക്കുന്ന സ്ഥലവും ആഹാരത്തിന് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കൃത്യമായി തന്നെ അതിനൊരു ശുചിത്വം വേണം. അത് ലക്ഷ്മി കുറച്ച് മുമ്പ് ഈ മാവ് കുഴയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കൈ കഴുകിയിട്ടേ മാവ് കുഴയ്ക്കാൻ പാടുള്ളൂ എന്ന് ആര്യനോട് ഒച്ചത്തിൽ വിളിച്ച് പറയുന്നത് അവിടെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ മാവ് കുഴച്ചതിന് ശേഷം അതവിടെ തുറന്നു വെച്ചിട്ട് പോയി എന്നുള്ള പ്രശ്നമാണ്. ഷാനവാസ് രണ്ടാമത് ഈ പറഞ്ഞ കോൺവെർസേഷൻസ് എൻഡ് ചെയ്ത ശേഷം അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ലക്ഷ്മിയുടെ മേൽ ഒരു കുറ്റമായി പറയാൻ വേണ്ടിയിട്ടാണ്. ലക്ഷ്മി ആ സമയത്ത് അതിനെ ഡീൽ ചെയ്ത രീതി, അത് ഷാനവാസ് ലക്ഷ്മി ഫൈറ്റാക്കി മാറ്റാതെ അങ്ങനെ ഒരു ഫൈറ്റായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഷാനവാസിൻ്റെ കൂടെ അക്ബർ ചേരും, ആദിലയും നൂറയും വരും, അനുമോളും വരും. അങ്ങനെ അതൊരു കൂട്ട ഫൈറ്റായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഷാനവാസിന് നല്ല സ്ക്രീൻ സ്പേസ് കിട്ടുകയും ചെയ്യും. പക്ഷേ ലക്ഷ്മി ആ സമയത്ത് ചെയ്തത് അത് അവനാണ് ചെയ്തത്. ആസ് എ ക്യാപ്റ്റൻ ഞാൻ അവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ക്യാപ്റ്റനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലക്ഷ്മി അത് ആര്യനോട് പറഞ്ഞ് ആര്യനോട് ഷൗട്ട് ചെയ്ത് അതൊരു ആര്യൻ ലക്ഷ്മി ഫൈറ്റാക്കി മാറ്റുന്നുണ്ട്. ഷാനവാസിന് ഈ സ്ക്രീൻ സ്പേസ് കിട്ടുക അല്ലെങ്കിൽ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തൊരു ഗെയിം മുന്നോട്ടെടുത്ത് വെക്കാനുള്ള സാഹചര്യം അവർ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മളൊരു ചെസ്സിലെ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയാണ്. വളരെ ബുദ്ധിപരമായി ലക്ഷ്മി അത് നേരെ തിരിച്ചു കിട്ടും. അതിനുശേഷം താൻ പറയുന്നതിന് ഇവിടെ ഒരു വില കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് നമ്മുടെ ഷാനവാസ് നേരെ ക്യാപ്റ്റൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറക്കുന്നത്. ക്യാപ്റ്റൻ ആദിലെ ആയതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. 2 ദിവസമായി ഇവരൊക്കെ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രിസിയേഷൻ ആയിട്ട് കൊടുക്കേണ്ടത് കുറച്ച് കോയിൻസ് ആണ്. അങ്ങനെ കോയിൻസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. കോയിൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആരാണോ, അതായത് ഏറ്റവും നന്നായി പെർഫോം ചെയ്തതിൻ്റെ ഭാഗമായി ബാക്കിയുള്ള പ്ലേയേഴ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടുന്നത് ആരാണോ അവർക്കൊരു സൂപ്പർ പവർ അടുത്ത ആഴ്ച കിട്ടും എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി കോയിൻസ് ഏറ്റവും കൂടുതൽ ഇത്തവണ ഏൺ ചെയ്തിരിക്കുന്നത് ആര്യനാണ്. ആര്യൻ അത്രയും കോയിൻസ് ഏൺ ചെയ്യുന്നതിന് പിന്നിലുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നെവിൻ അയാളുടെ കയ്യിലിരുന്ന പരമാവധി കോയിനുകളും ആര്യന് കൊടുത്തു എന്നുള്ളതാണ്. ആര്യൻ അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ, നെവിൻ അങ്ങനെ ഒരു മൂവ് നടത്തിയില്ലായിരുന്നെങ്കിൽ അനുമോൾക്കായിരുന്നു ആ സൂപ്പർ പവർ കിട്ടേണ്ടിയിരുന്നത്. നെവിനെ സംബന്ധിച്ച് നെവിനെ ടാർഗറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത ശേഷം നോമിനേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് അനുമോൾ. മാത്രമല്ല ഒരു ഗെയിമും ഇതുവരെ കളിച്ച് ജയിച്ചിട്ടില്ലാത്ത, എൻ്റെ
അത്രയും ഒന്നും കളിച്ച് ജയിച്ചിട്ടില്ലാത്ത അനുമോൾ എന്നൊക്കെ അയാൾ കൃത്യമായി അനുമോളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അനുമോൾക്ക് ആ സൂപ്പർ പവർ കിട്ടണ്ട, അത് കിട്ടുകയാണെങ്കിൽ ആര്യന് കിട്ടിയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് അയാൾ ആ ഗെയിം അങ്ങനെ തിരിച്ചത്. നെവിൻ ഈ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാണിച്ചതിന് ശേഷം പിന്നെ നമ്മളെ കാണിക്കുന്നത് അനുമോളുടെ കൊട കാണാനില്ല. അനുമോൾക്ക് ക്യാരക്ടർ ആവാൻ വേണ്ടി ബിഗ് ബോസ് ഒരു കൊട കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടിയാണ്, പരിപാടി കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ ആ കൊട കാണാനില്ല. അത് അക്ബർ തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് അക്ബറിനെ വെക്കിട്ട് കയറുന്ന അനുമോളെ നമ്മൾ കാണുന്നുണ്ട്. അക്ബർ അവിടെ എടുത്തു വെച്ചിരുന്ന നാരങ്ങയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടാണ് അനുമോൾ പ്രതിഷേധിക്കുന്നത്. അപ്പോൾ അനുമോളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ആക്ട് ഉണ്ടാകുന്ന സമയത്ത് ക്യാപ്റ്റൻ ഇത് കാണുന്നുണ്ട്. ക്യാപ്റ്റൻ ആ സമയത്ത് അനുമോളുടെ അടുത്ത് ഒന്നും പറയാൻ പോയിട്ടില്ല. അക്ബറിൻ്റെ നാരങ്ങയാണ്, അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് പറയുന്നില്ല. കയ്യിലിരുന്ന നാരങ്ങ അക്ബറിന് കൊടുത്ത് പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്ന വളരെ മാതൃകാപരമായ ഉത്തരവാദിത്തപരമായ ഒരു നയമാണ് ഇവിടെ ക്യാപ്റ്റൻ സ്വീകരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഈ പ്രശ്നം ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനുമോളുടെ ഈ കൊട ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് അക്ബർ കണ്ടെത്തുന്നത്. പക്ഷേ അക്ബർ അത് അനുമോൾക്ക് കൊണ്ട് കൊടുത്താൽ അക്ബർ ഒളിപ്പിച്ച് വെച്ചിട്ട് തിരിച്ചു കൊടുത്തതാണ് എന്ന് പറയുന്നുള്ളതുകൊണ്ട് ആര്യൻ അനുമോൾക്ക് ആ കൊട കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അനുമോളാണെങ്കിൽ ഞാനിതിലിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഭാവത്തിൽ കിടക്കുന്നത് നമ്മൾ കാണുന്നു. ആസ് യൂഷ്വൽ അക്ബർ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഫസ്റ്റ് വീക്കിൽ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് അനുമോൾ പറഞ്ഞത് മുതൽ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് എപ്പിസോഡ് വരെ നോക്കിക്കഴിഞ്ഞാലും അക്ബർ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം. അങ്ങനെ ഈ ദിവസവും അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ആഴ്ച ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അനീഷ് അയാളുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുന്നു എന്നുള്ളതാണ്. അത് സ്ട്രാറ്റജിയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കൊണ്ടും ഈ സ്ട്രാറ്റജി ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് ആണ് എന്നുള്ളത് കൊണ്ടും അതിനകത്ത് വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഷാനവാസ് ഓൾറെഡി അനീഷിൻ്റെ ഈ ഒരു ചുവടുമാറ്റം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. എന്നാലും ഇപ്പോഴും അയാൾ ആ കോമ്പിനേഷൻ വർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അക്ബറിനെ അയാൾക്ക് സക്സസ്ഫുള്ളി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അക്ബറിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോടൊപ്പം അനീഷിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ പരത്താനും അയാൾക്ക് ഈ അവസരം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ബലിയാടുകളായിക്കൊണ്ടിരിക്കുന്നത് ആദിലയും നൂറയുമാണ്. ഷാനവാസ്ക എന്ത് പറയുന്നു അത് ആദിലയും നൂറയും ചെയ്യും. എന്തായാലും നോമിനേഷനിലൊന്നും വന്ന് പെട്ടിട്ടില്ലാത്തത് കൊണ്ട് രണ്ടുപേരും ഒരാഴ്ചയും കൂടി ഇവിടെ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അക്ബർ പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ പുള്ളി മനസ്സിലാക്കി പ്രതികരിച്ചൊക്കെ വന്നു തുടങ്ങേണ്ടതുണ്ട്. അനുമോളുടെ കയ്യിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. കുറച്ച് PR ഡയലോഗുകൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട് പിന്നെ നെവിനെ ഇടയ്ക്കൊന്ന് ശപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ശാപമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായി അനുമോൾ അവിടെ ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ്. സാബുമാൻ ആളൊരു പാവമാണ്, ഇപ്പോഴും പാവമായിട്ട് തന്നെ ജീവിക്കുകയാണ്. അങ്ങനെ തന്നെ പുള്ളി ജീവിക്കുമെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മി ഇടയ്ക്ക് അത്യാവശ്യം നല്ല ഗെയിം പരിപാടികളൊക്കെ ഇറക്കുന്നുണ്ട്. ആളുകളെയൊക്കെ കൃത്യമായി നോക്കി ടാർഗറ്റ് ചെയ്ത് പരിപാടികളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി വേണം. ഇനി അതിൻ്റെ ഒരു ടൈമാണ്. കുറച്ചും കൂടി ഹെവി ഗെയിം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ആര്യൻ ഈ ആഴ്ച കാര്യമായിട്ട് കളിച്ചില്ലെങ്കിലും ആര്യന് വലിയ പ്രശ്നമില്ല. കാര്യം ആര്യൻ നോമിനേഷനിൽ വന്നിട്ടില്ലല്ലോ. പക്ഷേ എന്തെങ്കിലും ആര്യനും ചെയ്തേ പറ്റുള്ളൂ. ആര്യൻ ബാക്കി പല കണ്ടസ്റ്റൻസിനെയും വെച്ച് നോക്കുമ്പോൾ കുറച്ച് പുറകിലാണ് നിൽക്കുന്നത്. പിന്നെ അവിടെ ഒരു ബിന്നിയുണ്ട്. ബിന്നി വളരെ സ്ട്രോങ് ആയൊക്കെ സംസാരിക്കുന്ന, പറഞ്ഞ കാര്യത്തിൽ പിടിച്ച് നിൽക്കുന്ന, അത്യാവശ്യം സ്ട്രോങ് ആയി സംസാരിക്കുന്ന, ഇപ്പോൾ അവിടെയുള്ള മറ്റ് ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരിയെ ഈ ആഴ്ച വീട്ടിലെത്തിച്ചിരിക്കും എന്നാണ് ഷാനവാസ്കയുടെ പ്രജകൾ എല്ലാവരും പറയുന്നത്. അത് എങ്ങനെയായിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ അത് സംഭവിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയറുടെ സാന്നിധ്യം അവിടെ കാണാൻ പറ്റും. അതല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ സോംബി സിനിമയൊക്കെ കാണുന്ന പോലെയാണ്. പുള്ളി പറയുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്ന് പറയുന്ന, അത് മാത്രമായി ഈ ഗെയിം ഒതുങ്ങിപ്പോകും. നെവിനും എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടികളൊക്കെ പിടിച്ച് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നില്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഗെയിമേ ഭയങ്കര ഒന്നും ഇല്ലാണ്ടാവുന്നു. ഒരു സോൾ ഇല്ലാതെ വെറുതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കളിക്കുന്ന നല്ല ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ആളുകൾ ഇവിടേക്ക് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. സോ സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമുമായി നെവിനോ ആരെങ്കിലുമൊക്കെ ഒന്ന് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് വളരെ രസകരമായ കാഴ്ചകൾ കാണാമായിരുന്നു. അത് വരും ദിവസങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ഹൈപ്പ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക.